മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന. മൗലിദ് കഴിക്കാനേറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണേ കോഴിയും 10,000. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും, നൽകുന്നതാ രാജാവ് പല സമ്മാനവും. മൗലിദ് ശരീഫ് ഓതുന്ന സമയം വന്ന്, ഇരിക്കുന്നതാ സദസ്സിൽ മുളഫറുമന്ന്. ചുരുക്കിപ്പറഞ്ഞാൽ 3 ലക്ഷം പൊന്നാ, പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്നാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. മലിക്കുൽ മുളഫർ എന്ന രാജാവ് വളരെ ഗംഭീരമായിട്ട് മൗലിദ് കഴിക്കുന്നതിനെ കുറിച്ചാണ് താഴ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ ഈ രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ മൗലിദ് ഇത്രയും വിപുലമായിട്ടും മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന രാജാവ് നടത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ആ മൗലിദ് വീട്ടിൽ ഓതുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെയും ഇതിൽ പറയുകയാണ്. 3 ലക്ഷം പൊന്ന് എല്ലാ വർഷവും ചെലവഴിച്ചുകൊണ്ടാണ് മലിക്കുൽ മുളഫർ ആ മൗലിദ് സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുകയും അവർക്ക് സമ്മാനങ്ങൾ രാജാവ് നൽകുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൗലിദ് രാജാവ്, മലിക്കുൽ മുളഫർ എന്ന് പറഞ്ഞ രാജാവ് കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലത്തേ ഉള്ള കാര്യമാണെന്ത് മൗലിദ് കഴിക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഉഹദ് മലയോളം സ്വർണം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഫഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെല്ലാം ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്ന്. അപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്ന്. മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു പറയാണ്, മൻ അള്ളമ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ ഒരാൾ ബഹുമാനിച്ചാൽ, മാത്രമല്ല വക്കാന സബബൻ ലിഖിറാഅത്തിഹി, ആ മൗലിദ് പാരായണത്തിന് കാരണക്കാരനാവുകയും ചെയ്താൽ എന്താണ് ഗുണം? ലാ യഖ്റുജു മിനദ്ദുനിയ ഇല്ലാ ബിൽ ഈമാൻ, ഈമാനോടുകൂടിയല്ലാതെ ഈ ലോകത്ത് നിന്ന്, ദുനിയാവിൽ നിന്ന് യാത്രയാവുകയില്ല. അഥവാ ഈമാനോടുകൂടി മരിക്കാൻ അത് കാരണമാണ്. മൗലിദിനെ ബഹുമാനിച്ചാൽ, മൗലിദ് പാരായണത്തിന് നമ്മൾ കാരണമായാൽ, അപ്പോൾ മൗലിദ് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ഈമാനോടുകൂടി മരണപ്പെടാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല, വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അന്നിഅമത്തുൽ കുബ്ര എന്ന കിതാബിൽ ഇത് കാണാം. അപ്പോൾ
മൗലിദ് ഓതുക എന്നുള്ളത് പണ്ട് കാലത്തെ ഉള്ളതാണ്. അത് നമ്മൾ ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. റബീഉൽ അവ്വൽ 12 കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ മൗലിദ് വീടുകളിൽ നടത്തേണ്ട സമയമാണ്. പള്ളികളിലും മദ്രസകളിലൊക്കെ മൗലിദ് ഓതിയല്ലോ. ഇനി നമ്മൾ വീടുകളിൽ നമ്മൾ കൊണ്ട് കഴിയുന്ന ആളുകളെ വിളിച്ചു വരുത്തി മൗലിദ് ഓതേണ്ട സമയമാണ്, മൗലിദ് കഴിക്കേണ്ട സമയമാണ് ഈ സമയം. നമുക്ക് എങ്ങനെയാണോ പറ്റുക ആ രൂപത്തിൽ നമ്മൾ മൗലിദ് വീട്ടിൽ ഓദിക്കേണ്ടതുണ്ട്. മൻ അള്ളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ ബഹുമാനിച്ചാൽ ഫഖദ് അഹ്യൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചിരിക്കുന്നു. ഇസ്ലാമിനെ ജീവിപ്പിച്ചിരിക്കുന്നു മൗലിദിനെ ഒരാൾ ബഹുമാനിച്ചാൽ. അപ്പോൾ മൗലിദിനെ ബഹുമാനിക്കുക, മൗലിദ് നമ്മുടെ വീട്ടിൽ നടത്തുക എന്നുള്ളത് ചെയ്യേണ്ടതാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു ജീവനാണ്, ഇസ്ലാമിനെ ജീവിപ്പിക്കുന്നതിൻ്റെ കാര്യമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൗലിദിന് വേണ്ടി പണം ചെലവഴിക്കുന്നത്, അത് നടത്തുന്നത് ഒക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ, എന്താ പറഞ്ഞത്, കാന റഫീഖി ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ എൻ്റെ കൂട്ടുകാരനാകുന്നു. കണ്ടോ, ഒരു ദിർഹം ചെലവഴിച്ചാൽ മൗലിദിന് വേണ്ടി, അതിന് ഭക്ഷണം ഉണ്ടാക്കാൻ സാധനം വാങ്ങിയാൽ, പൈസ കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിയാൽ അതിൻ്റെ ആ ചെലവഴിച്ചതിൻ്റെ കാരണമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരനാകും. കാന റഫീഖി ഫിൽ ജന്ന, എൻ്റെ കൂട്ടുകാരനാണ് ആര്, ഈ ചെലവഴിച്ച ആൾ സ്വർഗത്തിൽ. അങ്ങനെ ഒരുപാട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ഒരു ദിർഹം ഒരാൾ ചെലവഴിച്ചാൽ ഫകഅന്നമാ ഷഹിദ ഗസ്വത ബദ്രിൻ വഹുനൈൻ, അവൻ ബദർ അതുപോലെ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തവനെ പോലെയാണ്. ബദർ യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തതുപോലെയാണ് ഒരു ദിർഹം മൗലിദിന് വേണ്ടി ചെലവഴിച്ചാൽ എന്ന്. അപ്പോൾ മൗലിദ് ഓതുക, മൗലിദ് നമ്മുടെ വീട്ടിൽ നടത്തുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് എങ്ങനെയാണോ മൗലിദ് നടത്താൻ കഴിയുക അത്രയും ആളുകളെ നമ്മൾ വിളിച്ച് ചെറിയൊരു രൂപത്തിലെങ്കിലും, അല്ലെങ്കിൽ വലിയ രൂപത്തിൽ കഴിയുമെങ്കിൽ അങ്ങനെ, എങ്ങനെയായാലും നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ വീട്ടിൽ മൗലിദ് കഴിക്കണം എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിൽ മൗലിദ് നടത്താൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടത്തോടുകൂടെ സ്വർഗത്തിൽ ജീവിക്കാനും അല്ലാഹു തആല നമുക്കും കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ക്ലാസ് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കണം എന്നറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.